ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് ഇവൻ ചാർട്ടിനെ കുറിച്ചാണ്. ബ്രേക്ക് ഇവൻ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. നമ്മളെ ബ്രേക്ക് ഇവൻ പോയിൻ്റ് അല്ലെ ബ്രേക്ക് ഇവൻ അനാലിസിസിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കൺസ്ട്രക്റ്റ് ബ്രേക്ക് ഇവൻ ചാർട്ട്. സെയിൽസ് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സെയിൽസ് 7,000 യൂണിറ്റ് at the rate of 10 each, ഫിക്സഡ് കോസ്റ്റ് 20,000, വേരിയബിൾ കോസ്റ്റ് 6 per യൂണിറ്റ്. ഇതുപയോഗിച്ച് നമ്മൾ ബ്രേക്ക് ഇവൻ ചാർട്ട് ഉണ്ടാക്കണം. അതിന് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഉപയോഗിക്കുന്നു. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് കാണിക്കാം, ഇവിടെ ഔട്ട്പുട്ട് കാണിക്കാം. വൈ ആക്സിസിൽ കോസ്റ്റ് ആൻഡ് റവന്യൂ ആണ് കാണിക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ട് കാണിക്കാൻ 7,000 യൂണിറ്റ് ആണ്. 7,000 യൂണിറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, 1, 2, 3 അത് 1000-ലാണ് കാണിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള യൂണിറ്റ് സെലക്ട് ചെയ്യാം. ഇനി കോസ്റ്റ് ആൻഡ് റവന്യൂ കാണിക്കാൻ ഇവിടെ കോസ്റ്റ് 20,000 എന്ത് വന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് 6 per യൂണിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യാം, വൈ ആക്സിസിൽ യൂണിറ്റ് എടുക്കാം. നോക്കാം. എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുത്തു, ഔട്ട്പുട്ട് യൂണിറ്റ് എടുത്തു. വൈ ആക്സിസിലും യൂണിറ്റ് എടുത്തു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫിക്സഡ് കോസ്റ്റ് 20,000 ആണ്. 20,000 ഇവിടെ കാണിക്കാം. കാരണം ഒരു യൂണിറ്റ് 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 20,000, 2000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 20,000, 3,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 20,000. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എപ്പോൾ എന്തായിരിക്കുക, സ്ട്രൈറ്റ് ആയിട്ട് വരും, ഒരേതുപോലെ നേരെ വരും. ഇനി നമുക്ക് കാണേണ്ടത്, ഇനി സെയിൽസ് ലൈന് നോക്കാം. 1,000 യൂണിറ്റ് സെയിൽ നടത്തിയാൽ നമുക്ക് 10,000 കിട്ടും. കാരണം 10 per each ആണ്. ഇനി 2,000 യൂണിറ്റ് സെയിൽ നടത്തിയാൽ 20,000 കിട്ടും. 3,000 യൂണിറ്റ് സെയിൽ നടത്തിയാൽ 30,000 അങ്ങനെ വരും. അപ്പോൾ അതൊരു പോയിൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ നിങ്ങൾക്ക് സെയിൽസ് ലൈന് കിട്ടും. അങ്ങനെ കിട്ടും. 7,000 യൂണിറ്റ് സെയിൽ നടത്തിയാൽ 70,000 കിട്ടും. ഈ റെഡിയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് ലൈനും കിട്ടി, ഫിക്സഡ് കോസ്റ്റും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ കോസ്റ്റാണ്. ടോട്ടൽ കോസ്റ്റ് ഇവിടെ നിന്നാണ് വരിക. ഇവിടെ 0 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കും. ഇവിടെ എന്താണ്, വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. ഇത് തന്നെയാണ് ഫിക്സഡ് കോസ്റ്റ്. ഇനി 1,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ ഇവിടെ എത്രയാണ്, 6 per യൂണിറ്റ് ആണ്. അപ്പോൾ 6,000 വരും. അപ്പോൾ 20,000-ൻ്റെ കൂടെ എത്രയും കൂടിയും കൂട്ടാം, 6,000 കൂടിയും കിട്ടും. അപ്പോൾ 26,000 കിട്ടും. ഇനി 2,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ 20,000 ഫിക്സഡ് കോസ്റ്റും 12,000 എന്തും കിട്ടും, വേരിയബിൾ കോസ്റ്റും കിട്ടും. അപ്പോൾ 32,000 വരും. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. കാരണം ഫിക്സഡ് കോസ്റ്റിൻ്റെ മുകളിലാണ് വരിക. ഉൽപ്പാദിപ്പിക്കുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഇവിടെ ഈ 50,000-ഉം ഈ കൂട്ടിമുട്ടുന്ന, അതായത് സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്നിടത്താണ് എന്ത് വരിക, ബ്രേക്ക് ഇവൻ പോയിൻ്റ് വരും. ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദ ആംഗിൾ ഫോംഡ് അറ്റ് ബ്രേക്ക് ഇവൻ പോയിൻ്റ്. ബ്രേക്ക് ഇവൻ പോയിൻറ്റിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ സെയിൽസ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ അറ്റ് ദ ബ്രേക്ക് ഇവൻ പോയിൻറ്റ്. ബ്രേക്ക് ഇവൻ പോയിൻറ്റ്, അതായത് സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനിലും ഫോം ചെയ്യുന്ന ആംഗിളാണെന്ത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിനെ തീറ്റ എന്ന് കൂടിയും പറയും. THE തീറ്റ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൾസോ നോൺ ആസ് തീറ്റ എന്നും കൂടി പറയും.
ഇതാണ് ഈ ഏരിയയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ റുപ്പീസ്. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ ഓർ പ്രസൻറ്റ് സെയിൽസ് ഓവർ ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് സെയിൽസ്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് സെയിൽസിനേക്കാളും കൂടുതൽ ആക്ച്വൽ സെയിൽസ് ഉണ്ടെങ്കിൽ അതിനെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയും. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ റുപ്പീസ്. ഓർമ്മിക്കുക, മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓർ പ്രസൻറ്റ് സെയിൽസ്. പ്രസൻറ്റ് സെയിൽസിനേക്കാളും അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽസിനേക്കാളും ബ്രേക്ക് ഈവൻ പോയിൻറ്റിനേക്കാളും ആക്ച്വൽ സെയിൽസ് കൂടുകയാണെങ്കിൽ അതിനെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ ബിയോണ്ട് ഈ താഴെ വരുന്നത് ലോസ് ഏരിയ ആണ്. ഇവിടെ ലോസ് ഏരിയ, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മുകളിൽ വരുന്നത് ഇത് പ്രോഫിറ്റ് ഏരിയ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.